ഹായ് എവരി വൺ ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മാർച്ച് 23, 2022 കറണ്ട് അഫയേഴ്സോട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ബാങ്ക് ഹാസ് ഇൻവെസ്റ്റഡ് 109 crore ഇൻ NARCL? ഏത് ബാങ്കാണ് NARCL 109 കോടി നിക്ഷേപിച്ചത്? വിച്ച് ബാങ്ക് ഹാസ് ഇൻവെസ്റ്റഡ് 109 crore in NARCL? Option A SBI, option B BOI, option C HDFC, option D PNB. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏത് ബാങ്കാണ് NARCL 109 കോടി നിക്ഷേപിച്ചത്? നമുക്ക് ആൻസറിലേക്ക് പോകാം. ആൻസർ ഓപ്ഷൻ ബി BOI ആണ് ആൻസർ. ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് NARCL 109 കോടി നിക്ഷേപിച്ചത്. ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് ഇൻവെസ്റ്റഡ് നിയർലി റുപ്പീസ് 109 crore ഇൻ നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡ്. അപ്പോൾ NARCL എന്താണ്? നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡ് ആണ് NARCL. അപ്പോൾ BOIയിൽ 109 കോടി നിക്ഷേപിച്ചു. എവിടെയാണ്? നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡിൽ. The bank's shareholding in NARCL now reached 9%. അപ്പോൾ അതിൻ്റെ ഷെയർ ഹോൾഡിങ് 9% ആയിട്ട് മാറിയിട്ടുണ്ട്. Incorporated in July 2021, NARCL is an asset reconstruction company backed by the government. ഇത് ഗവൺമെൻറ് പിന്തുണയുള്ള ഒരു കമ്പനിയാണ്. ഇൻകോർപ്പറേറ്റഡ് ഇൻ ജൂലൈ 2021 ഗവൺമെൻറ് പിന്തുണയുള്ള ഒരു കമ്പനിയാണ് NARCL. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2, ഹൂ ഇസ് ദ വിന്നർ ഓഫ് 2022 പ്രിറ്റ്സ്കർ പ്രൈസ്? പ്രിറ്റ്സ്കർ പ്രൈസ് ജേതാവ് ആരാണ്? 2022 പ്രിറ്റ്സ്കർ പ്രൈസ് ജേതാവ് ആരാണ്? ഓപ്ഷൻ എ ഡൈവിഡോ ഫ്രാൻസിസ് കരെ, ഓപ്ഷൻ ബി ആൻ ലെക്കാറ്റൻ, ഓപ്ഷൻ സി ജീൻ ഫിലിപ്പി വാസൽ, ഓപ്ഷൻ ഡി അലാറ്റ ഐസോസാക്കി. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ഡൈവിഡോ ഫ്രാൻസിസ് കരെ, ഓപ്ഷൻ ബി ആൻ ലെക്കാറ്റൻ, ഓപ്ഷൻ സി ജീൻ ഫിലിപ്പെ വാസൽ, ഓപ്ഷൻ ഡി അരാറ്റ ഐസോസാക്കി. ഇവരിൽ ആരാണ് പ്രിറ്റ്സ്കർ പ്രൈസ് 2022 പ്രിറ്റ്സ്കർ പ്രൈസ് ജേതാവ് ആരാണ്? ആൻസറിലേക്ക് പോകാം. ആൻസർ ഓപ്ഷൻ എ ഡൈവിഡോ ഫ്രാൻസിസ് കരെയാണ് പ്രിറ്റ്സ്കർ പ്രൈസ് ജേതാവ്. 2022 പ്രിറ്റ്സ്കർ പ്രൈസ് ജേതാവ് ആരാണ്? ഡൈവിഡോ ഫ്രാൻസിസ് കരെ. Davido Francis Kere has been declared the 2022 laureate of the Pritzker Architecture Prize, the most prestigious award in architecture. അപ്പോൾ വാസ്തുവിദ്യയിലെ പ്രിറ്റ്സ്കർ പ്രൈസ് ജേതാവ് ആരാണ്? ഡൈവിഡോ ഫ്രാൻസിസ്. 2022 ഡിക്ലെയർ ചെയ്തത്. ആരാണ്? ഡൈവിഡോ ഫ്രാൻസിസ് കരെ. ക്വസ്റ്റ്യൻ നമ്പർ 3, India advocated the Biological and Toxin Weapons Convention, അത് BTWC, at which international body? അപ്പോൾ ഇന്ത്യ അഡ്വക്കേറ്റ് ചെയ്ത ബയോളജിക്കൽ ആൻഡ് ടോക്സിൻ വെപ്പൺസ് കൺവെൻഷൻ ഏത് ഇൻ്റർനാഷണൽ ബോഡിയാണ് എന്നുള്ളതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ്, ഓപ്ഷൻ ബി യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ, ഓപ്ഷൻ സി യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം, ഓപ്ഷൻ ഡി ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏത് ഇൻ്റർനാഷണൽ ബോഡിയാണ് ബയോളജിക്കൽ ആൻഡ് ടോക്സിൻ വെപ്പൺസ് കൺവെൻഷൻ്റെ ഏതാണ്? ആൻസറിലേക്ക് പോകാം. ആൻസർ ഓപ്ഷൻ ബി യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലാണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഇന്ത്യ അഡ്വക്കേറ്റ് ചെയ്തു ഏതാണ്? ബയോളജിക്കൽ ആൻഡ് ടോക്സിൻ വെപ്പൺസ് കൺവെൻഷനിൽ ഇന്ത്യ അഡ്വക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യ അഡ്വക്കേറ്റ് ദ ബയോളജിക്കൽ ആൻഡ് ടോക്സിൻ വെപ്പൺസ് കൺവെൻഷൻ അറ്റ് ദ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ. യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ബയോളജിക്കൽ ആൻഡ് ടോക്സിൻ വെപ്പൺസ് കൺവെൻഷനിൽ ഇന്ത്യ എന്ത് ചെയ്തിരിക്കുന്നു? അഡ്വക്കേറ്റ് ചെയ്തു, വാദിച്ചിരിക്കുന്നു. ഇന്ത്യ അനൗൺസ് ദാറ്റ് ഇറ്റ് അറ്റാച്ച് ഹൈ ഇമ്പോർട്ടൻസ് ടു ദ BTWC കൺവെൻഷൻ as a key non-discriminatory disarmament convention prohibiting an entire category of weapons of mass destruction. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടുള്ള ആയുധ നിരായുധീകരണമാണ്. അപ്പോൾ ആയുധത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്ന
അതിനെ എന്ത് ചെയ്യുന്നു? ഈ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ആയുധത്തെ പാടെ ഇല്ലാതാക്കുകയാണ്. പൂർണ്ണമായിട്ടും അവർ ആയുധങ്ങൾ നശീകരണമായിട്ടുള്ള ആയുധങ്ങളെല്ലാം എന്തെന്ന് ഒഴിവാക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കൂടുതൽ ഇമ്പോർട്ടൻസ്, ഇന്ത്യ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഈ കൺവെൻഷന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം ആയുധങ്ങളെ എന്ത് ചെയ്യുന്നു? ഒഴിവാക്കുന്നത് കൊണ്ടാണ്. ഇത് പ്രൊഹിബിറ്റിംഗ് ആൻ എൻറ്റയർ കാറ്റഗറി ഓഫ് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, കൂട്ടമായിട്ടുള്ള ഉപദ്രവങ്ങളൊക്കെ ചെയ്യുന്ന, അത് നശീകരണം ഉണ്ടാക്കുന്ന ആയുധങ്ങൾ എന്ത് ചെയ്യുന്നു? ഒഴിവാക്കുന്നത് കൊണ്ടാണ് ഇന്ത്യ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് ഈ കൺവെൻഷന് കൊടുക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4. വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ റിലീസസ് ദ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ PLFS? അതായത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിലീസ് ചെയ്തത്? ഓപ്ഷൻ എ നീതി ആയോഗ്, ഓപ്ഷൻ ബി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, ഓപ്ഷൻ സി മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്, ഓപ്ഷൻ ഡി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിലീസ് ചെയ്തത്? ആൻസറിലേക്ക് പോകാം. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി എന്താണ്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിലീസ് ചെയ്തത്. ദ ലേറ്റസ്റ്റ് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിലീസ്ഡ് ബൈ ദി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് വിച്ച് വർക്ക്സ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ ആണ് അതിൻ്റെ കീഴിലുള്ള നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിലീസ് ചെയ്തത്. As per the recent PLFS update, India's urban unemployment rate jumped to 12.6% in the April-June quarter of 2021 compared to 9.3% in the January-March quarter. അപ്പോൾ PLFSൻ്റെ അപ്ഡേറ്റ് അനുസരിച്ച് അർബൻ അംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്ത് ചെയ്തു? 12.6% ആയിട്ട് മാറി. ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ January-March 2021 January-March അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 12.6% ആയി. January-March ക്വാർട്ടറിൽ എത്രയായിരുന്നു? 9.3% ആയിരുന്നു. അപ്പോൾ അതെന്ത് ചെയ്തിരിക്കുന്നു? ഉയർന്നിരിക്കുന്നു. അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ റേറ്റ് എന്ത് ചെയ്തിരിക്കുന്നു? കൂടിയിരിക്കുന്നു. PLFSൻ്റെ അപ്ഡേറ്റ് അനുസരിച്ച് 12.6% ആയിട്ടാണ് മാറിയിരിക്കുന്നത്. 5ാമത്തെ ക്വസ്റ്റ്യൻ. ദ നാഷണൽ എയ്ഡ്സ് ആൻഡ് STD കൺട്രോൾ പ്രോഗ്രാം കംസ് അണ്ടർ വിച്ച് കാറ്റഗറി ഓഫ് സ്കീം? നാഷണൽ എയ്ഡ്സ് ആൻഡ് STD കൺട്രോൾ പ്രോഗ്രാം ഏത് സ്കീമിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്? ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ കോർ സ്കീം, ഓപ്ഷൻ ബി സെൻട്രൽ സെക്ടർ സ്കീം, ഓപ്ഷൻ സി സെൻട്രലി സ്പോൺസർ സ്കീം, ഓപ്ഷൻ ഡി കോർ ഓഫ് ദി കോർ സ്കീം. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏത് സ്കീമിൻ്റെ അണ്ടറിലാണ് നാഷണൽ എയ്ഡ്സ് ആൻഡ് STD കൺട്രോൾ പ്രോഗ്രാം വരുന്നത്? ആൻസറിലേക്ക് പോകാം. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഏതാണ്? സെൻട്രൽ സെക്ടർ സ്കീം. സെൻട്രൽ സെക്ടർ സ്കീമാണ് റൈറ്റ് ആൻസർ. നാഷണൽ എയ്ഡ്സ് ആൻഡ് STD കൺട്രോൾ പ്രോഗ്രാം ഏതിൻ്റെ അണ്ടറിലാണ്? സെൻട്രൽ സെക്ടർ സ്കീമിൻ്റെ അണ്ടറിലാണ്. ദ യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ്ഡ് ദ കണ്ടിന്യൂവേഷൻ ഓഫ് ദി നാഷണൽ എയ്ഡ്സ് ആൻഡ് STD കൺട്രോൾ പ്രോഗ്രാം ഫ്രം April 1 to March 31, 2026. അപ്പോൾ നാഷണൽ എയ്ഡ്സ് ആൻഡ് STD കൺട്രോൾ പ്രോഗ്രാം April 1 മുതൽ March 31, 2022 April 1 മുതൽ March 31 സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അത് യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. തുടർന്നുള്ള നാഷണൽ എയ്ഡ്സ് ആൻഡ് STD കൺട്രോൾ പ്രോഗ്രാമിൻ്റെ തുടർന്നുള്ള പ്രോഗ്രാം യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്നത്തേക്കാണ്? ഏത് ഡേറ്റാണ്? April 1 to March 31, 2026 അപ്രൂവ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് എ സെൻട്രൽ സെക്ടർ സ്കീം ഫുള്ളി ഫണ്ടഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ സെക്ടർ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഇത് ചെയ്യുന്നത്. The phase 5 of the program has been extended with an outlay of 15,471.94 crore. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 15,471.94 crore എന്ത് ചെയ്തിട്ടുണ്ട്? ചിലവഴിച്ചിട്ടാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്, വിപുലീകരിച്ചിരിക്കുന്നത്. ഇത്രയും കോടി രൂപ വെച്ചിട്ടാണ് ഇത്. പിന്നെ ഫേസ് 5 എന്ത് ചെയ്തിരിക്കുന്നത്? എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. The National AIDS response was initiated by the Government of India in 1992.
അപ്പോൾ ഈ നാഷണൽ എയ്ഡ്സിൻ്റെ ഇത് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്ന ഗവൺമെൻറ് ആണ്. എന്നാണ്? 1992 ഇത് കൊണ്ടുവന്നത്. ഇനിഷ്യേറ്റ് ചെയ്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. എന്നാണ്? 1992. അപ്പോൾ സെൻട്രൽ സെക്ടർ സ്കീമാണ് ഈ എയ്ഡ്സിൻ്റെ പ്രോഗ്രാം കൊണ്ടുവന്നത്. അതിൻ്റെ ഫേസ് 5 പോവുകയാണ്. അപ്പോൾ ഗവൺമെൻറ് ആണ് ഇതിൻ്റെ ഫുൾ കൺട്രോളും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. പ്രധാനപ്പെട്ട 5 കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തുടർന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. PSCക്കൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ടും ജോലികളൊക്കെ നേടാനായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. താങ്ക് യു.